ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാഗ്യവാനായ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ രക്ഷാ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ളതായ തിരുവചനങ്ങൾ. ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരായിരുന്ന ഭാഗ്യവാനായ യോഹന്നാനും അന്ത്രയോസും പത്രോസും ഫിലിപ്പോസും നഥാനിയേലും ഇവർ 5 പേരും കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നതും അവർ യേശുവിനെ കണ്ടെത്തുന്നതും അവനെ അനുഗമിക്കുന്നതും അപ്പോസ്തലനായ യോഹന്നാൻ ഈ സുവിശേഷ ഭാഗങ്ങളിൽ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വിവരിക്കുന്നു. കർത്താവ് തൻ്റെ പരസ്യ സുവിശേഷത്തിൻ്റെ ആരംഭകാലത്ത് ഈ 5 ശിഷ്യന്മാരെയും തന്നിലേക്ക് ചേർത്ത് നിർത്തുകയും തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വലിയ ചുമതലകളിലേക്കും ഉത്തരവാദിത്വങ്ങളിലേക്കും ശിഷ്യത്വത്തിലേക്കും അപ്പോസ്തലത്വത്തിലേക്കുമൊക്കെ ഉയർത്തുന്നത് ഈ ഭാഗങ്ങളിലൂടെ മുമ്പോട്ട് ഭാഗ്യവാനായ യോഹന്നാൻ അപ്പോസ്തലൻ അവതരിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം വിഭിന്നമായ ഒന്നാണ്, വ്യത്യസ്തമാണ്. മറ്റ് 3 സംശുദ്ധ സുവിശേഷങ്ങളിൽ നിന്നും ഇത് വേറിട്ട് നിൽക്കുന്നു, വ്യത്യസ്തമാണ്, വിഭിന്നമാണ്. യോഹന്നാൻ ഒരു പ്രഖ്യാപനമായി, ഇൻ്റർപ്രിട്ടേഷൻ ആയി യേശുവിനെ ദൈവപുത്രനായ മശിഹ എന്ന് തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. യോഹന്നാൻ എഴുതുമ്പോൾ ഏതാണ്ട് 1 നൂറ്റാണ്ട് പിന്നിടാറായി. 1-ാം തലമുറ കടന്നുപോയി, 2ഉം 3ഉം തലമുറകളാണ്. ഒരു ദർശനം നഷ്ടപ്പെടുവാൻ തക്കവണ്ണം തർക്കങ്ങളും ചില വലിയ ചോദ്യങ്ങളും ഒക്കെ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദർശനം, മിശിഹായുടെ ദർശനം നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവൻ തന്നെ ദൈവപുത്രനെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. 1-ാം അധ്യായം 12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് എഴുതിയിരിക്കുകയാണ്. വീണ്ടും 20-31 വരുമ്പോൾ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശം തന്നെ അപ്പോസ്തലൻ വിവരിക്കുന്നുണ്ട്. യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, വിശ്വസിച്ച് അവൻ്റെ നാമത്തിൽ നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. 16-22 വരുമ്പോൾ ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്നും പുറപ്പെട്ടു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. പിന്നെയും ഈ ലോകത്തോട് വിട പറഞ്ഞ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മെ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ദൈവം യേശു മശിഹ എന്ന് വീണ്ടും വീണ്ടും അപ്പോസ്തലൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. യോഹന്നാൻ ഈ സുവിശേഷത്തിൽ ഉറപ്പിക്കുകയാണ്. വെളിപാടിൻ്റെ ദർശനം ലഭിച്ചത് കൊണ്ടും ഒക്കെ വളരെ ഉറപ്പോടുകൂടി തൻ്റെ അടുത്തോടുകൂടി ഈ സുവിശേഷം നമ്മുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. യേശുവിനെ വചനമായി, ജീവനായി, വെളിച്ചമായി, ദൈവപുത്രനൊക്കെ ആയുമാണ് യോഹന്നാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ ഈ ഭാഗങ്ങളിൽ 1-ാം അധ്യായം 43-51 ദൈവത്തിൻ്റെ വലിയ കൃപയാൽ, അനുഗ്രഹത്താൽ യൂഹാനോൻ മാബ്ദോനോ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദാ ആ പോകുന്നതാണ് യേശു മശിഹ, ദൈവപുത്രൻ, ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നാം ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശു ആ പറമ്പിലൂടെയാണോ, ഈ പറമ്പിലൂടെയാണോ, അതിലെയാണോ, ഇതിലെയാണ്, എത്ര ദൂരത്തിലാണ് സഞ്ചരിച്ചത്, ഇങ്ങനെയൊക്കെയുള്ളതായ വന്യമായ ചിന്തകളിലൂടെ ഒക്കെ നാം ഈ സുവിശേഷത്തിൻ്റെ തെളിമ പലപ്പോഴും ഇല്ലാതാക്കും. ഇവിടെ തങ്ങളുടെ ഗുരുനാഥൻ യൂഹാനോന്റെ വാക്കുകൾ കേട്ട് ഉടൻ തന്നെ യോഹന്നാനും അന്ത്രയോസും എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവരോട്, എന്താകുന്നു നിങ്ങൾ അന്വേഷിക്കുന്ന ഗുരു, നീ എവിടെ പാർക്കുന്നു, വന്നു കാൺമീൻ എന്ന് യേശു അവരോട് അരുളി ചെയ്തു. വന്നു കാൺമീൻ, കം ആൻഡ് സീ, കം ആൻഡ് സീ
എന്നെ വന്ന് കാൺമീൻ. ഇന്നും യേശുവിൻ്റെ ഈ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കണം. വന്ന് കാൺമീൻ, വന്ന് കാൺമീൻ, കം ആൻഡ് സീ എന്ന് നമ്മൾ ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കണം. പിന്നീട് അന്ത്രയോസ് തൻ്റെ സഹോദരനായിരുന്ന ശീമോനോട് ഞങ്ങൾ മശിഹായെ കണ്ടു, യേശുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശീമോനെയും കൂട്ടി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവനെ സ്വീകരിച്ച് അവന് ഒരു നാമകരണം കർത്താവ് നൽകുന്നു. കേഫ എന്ന് നിനക്ക് പേരാകും, പത്രോസ് പറയാകുന്നു. അങ്ങനെ കർത്താവിനെ കണ്ടെത്തിയതായ, ചെന്ന് കണ്ടതായ അന്ത്രയോസും യോഹന്നാൻ്റെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മശിഹായെ ഞങ്ങൾ കണ്ടു. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്ന പത്രോസ് രൂപാന്തരത്തിലേക്കായിരുന്നു. ഈ ജീസസ് ചേഞ്ച് ഹിസ് ഐഡന്റിറ്റി. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടറിൽ പത്രോസിന് ഒരു വലിയ മാറ്റം തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. പിറ്റേന്നാൾ യേശു ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്കുക എന്നവനോട് പറഞ്ഞു. കം ഫോളോ മീ, ഫോളോ മീ, കം ആൻഡ് സീ മീ, വന്ന് കാൺമീൻ, എന്നെ അനുഗമിപ്പീൻ എന്ന് പറയുന്നു. ഫിലിപ്പോസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഗുരുനാഥൻ്റെ മനുഷ്യാവതാര കാലത്തെ പല പ്രത്യേക സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന് വ്യക്തമായ ഒരു വലിയ സ്ഥാനമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ജനക്കൂട്ടത്തിന് വിശക്കുന്നു, കഴിപ്പാൻ വല്ലതും ചെയ്യണ്ടേ എന്നൊക്കെയുള്ളതായ ആ ഒരു ആവശ്യവുമായി പിന്നീട് യേശു ക്രിസ്തുവിനെ ഒന്ന് കാണുന്ന അനേകർക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗങ്ങൾക്ക് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഫിലിപ്പോസ് മുമ്പോട്ട് പോകുമ്പോൾ അവൻ നഥാനിയേലിനെ കണ്ടു. നഥാനിയേലിനോട് ഞങ്ങൾ യേശുവിനെ കണ്ടു, അവൻ നസ്രേത്തുകാരനായ യേശു, അവനാകുന്നു വരാനിരിക്കുന്ന മശിഹ, ഞങ്ങൾ അവനെ കണ്ടു എന്ന് പറയും. ഇവിടെ ചരിത്രപരമായ നാട്ടിൽ ഒക്കെ ഉണ്ടായിരുന്നതായ ഒരു വലിയ സത്യത്തെ നിഷ്കളങ്കതയോടുകൂടി അപ്പോൾ നഥാനിയേൽ പറയുകയാണ്, എന്ത്, നിങ്ങൾ യേശുവിനെ കണ്ടു, നസ്രയത്തിൽ നിന്നും നന്മ വരുമോ എന്ന്. നാം രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ 1 രാജാക്കന്മാർ 9:10 മുതൽ 13 വരെയുള്ള ഭാഗത്ത് ശലോമോൻ രാജാവ് ദൈവത്തിൻ്റെ ആലയവും രാജധാനിയും ഒക്കെ പണിയുമ്പോൾ ഹാരാൻ രാജാവ് അവനൊരുപാട് സമ്മാനങ്ങൾ നൽകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ സമ്മാനങ്ങളിലൊക്കെ സന്തോഷിച്ച ശലോമോൻ പിന്നീട് ഹാരാൻ രാജാവിന് ഗലീലയിലെ കുറെ പട്ടണങ്ങൾ നൽകുന്നുണ്ട്. തനിക്ക് ശലോമോൻ നൽകിയതായ ഈ പട്ടണങ്ങൾ കാണുവാനായി ഹാരാൻ രാജാവ് വന്ന് ഗുണമില്ലാത്തത്, നന്മയില്ലാത്തത്, മോശമായ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ്, അല്ലയോ സഹോദര, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നതായി കാണാൻ സാധിക്കും. ദാനമായി കിട്ടിയ ഈ പട്ടണങ്ങളെ ഹാരാൻ രാജാവ് ഉപേക്ഷിക്കുകയാണ്, നന്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നന്മയില്ലാത്ത സ്ഥലം ആയതുകൊണ്ടാണ് നഥാനിയേലും വിളിച്ചു പറയുന്നത്, എന്ത്, നസ്രയത്തിൽ നിന്ന് നന്മ വരുമോ? ഇവിടെ ദൈവത്തിൻ്റെ വലിയൊരു തെരഞ്ഞെടുപ്പും കൂടെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ തള്ളിക്കളഞ്ഞതിനെ ദൈവം വലിയതാക്കി നസ്രയത്തിലേക്ക് തന്നെ വരികയും ആ നസ്രയത്തിനെ നാമകരണം, അതിൻ്റെ നാമം തന്നെ മാറ്റി യേശു ക്രിസ്തു ജീവിച്ച സ്ഥലം, അതിൻ്റെ ആ നന്മയിലേക്ക് അതിനെ വഴി നടത്തി. നമ്മളൊക്കെയും പലപ്പോഴും നമ്മുടെ കുടുംബ വസ്തുക്കൾ വീതം ചെയ്യുമ്പോൾ ബലഹീനരും വിധവന്മാരും പാവങ്ങളുമായ സഹോദരങ്ങളെ, കാര്യപ്രാപ്തിയുള്ളതും മിടുക്കന്മാരെന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന സഹോദരങ്ങൾ പറ്റിച്ച് അവരുടെ ഭൂമിയും നല്ല ഭൂമിയും അപഹരിക്കുകയും ചെയ്യും. പിൽക്കാലത്ത് എല്ലാവരും തള്ളിക്കളഞ്ഞതായ, ഉപേക്ഷിച്ചതായ ഈ ഭൂപ്രദേശത്തെ ദൈവം നന്മകളാൽ സമൃദ്ധിയാക്കുന്നതും പിന്നീട് നാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ നഥാനിയേലിനെ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോഴും അവിടെയും സാക്ഷാൽ ഇസ്രായേലിൽ നിഷ്കളങ്കൻ, കളങ്കമില്ലാത്തവൻ, അവൻ കർത്താവിനെ ഇവൻ ദൈവപുത്രൻ എന്ന് വിളിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവെന്ന് സംബോധന ചെയ്യുകയാണ്. കർത്താവ് അവനോട് പറഞ്ഞു, നീ ഇതിലും ഏറെ വലിയ കാര്യങ്ങൾ കാണും, ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ഞാൻ നിന്നെ കാണിക്കും, വൻ കാര്യങ്ങൾ ഞാൻ നിന്നെ കാണിക്കും. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതായ വൻ കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും ഈ സ്വർഗീയമായ ഒരു കാഴ്ച
നഥാനിയേലിനെ അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ആളിനെ വലിയ സ്വർഗീയമായ ഒരു കാഴ്ചകൾ നൽകാൻ പ്രാപ്തിയുള്ളതായ ഒരു ദൈവം യേശുവിനെ കണ്ടെത്തുന്നു, യേശുവിനെ ചെന്ന് കാണുന്നു. വന്ന് കാൺമീൻ, കം ആൻഡ് സീ മീ, ഫോളോ മീ. അവനെ അനുഗമിക്കുന്നു. രൂപാന്തരമുണ്ടാവുന്ന ചേഞ്ച് ഓഫ് ഐഡന്റിറ്റി. അങ്ങനെ സ്വർഗരാജ്യത്തിൻ്റെ വലിയ പണിപ്പുരയിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് വിട്ടുപിരിഞ്ഞ് അവനോടൊപ്പം ചേരുന്നു. ക്രൂശെടുത്ത് അവനെ അനുഗമിക്കുന്നു. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ഫിലോസഫി, an ideology, a sociology, social or natural science, a prediction and a prophecy. ക്രിസ്തു മതം അല്ലെ ക്രിസ്ത്യ വിശ്വാസം എന്ന് പറയുന്നത് ഒരു തത്വശാസ്ത്രമോ പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്രമോ ഭൗതികശാസ്ത്രമോ ഒന്നുമല്ല. മറിച്ച് അത് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു നിത്യ സഹിത്വത്തിൻ്റെ അനുഭവമാകും. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു നിത്യ ചങ്ങാത്തത്തിൻ്റെ സഹവാസത്തിൻ്റെ അവസരമാകുന്നു. ഇറ്റ് ഈസ് ട്രാവലിംഗ് വിത്ത് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഫോളോ മീ, കം ഓൺ, കം ആൻഡ് സീ മീ. കർത്താവ് തന്നെ നമുക്ക് പ്രഖ്യാപിച്ച് നമുക്ക് അരുളി ചെയ്ത തിരുവചനമാണ് ട്രാവൽ വിത്ത് മീ. അതുകൊണ്ട് തന്നെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നാം തകർന്നു പോവുകയാണ്. കാരണം ഈ ഭൂമിയെയും അതിൻ്റെ വലിയ ആഴങ്ങളെയും വ്യാപ്തിയെയും ഈ ഭൂമിയുടേതായ പ്രതിസന്ധികളെയും കൂട്ടുപിടിക്കുമ്പോൾ നാം തകരുകയാകുന്നു. ഇവിടെ ഈ പ്രതിസന്ധികളെയും ഈ തടസ്സങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുവാൻ എന്തെങ്കിലും ഒരു സംവിധാനമോ മുൻകൂട്ടി അതിനെ കണ്ടുപിടിക്കുന്നതായ ഒരു വ്യവസ്ഥിതിയോ ഒരു കണ്ടുപിടുത്തമോ ഒരു ശാസ്ത്രവും ഒന്നും ക്രിസ്തീയ വിശ്വാസത്തിലില്ല. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ഭാരങ്ങളെ മാറ്റിക്കൊണ്ട് ട്രാൻസ്ഫോമിങ് അവർ വറീസ് ആൻഡ് അവർ ആൻസൈറ്റീസ് ടു അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്നിട്ട് അവനോടൊപ്പമുള്ളതായ ഒരു വലിയ യാത്ര, ട്രാവലിംഗ് വിത്ത് അവർ ലോർഡ്, അവനോടൊപ്പമുള്ളതായ ഒരു ചങ്ങാത്തം, ഒരു സഖിത്വം, സ്വർഗീയ നിക്ഷേപങ്ങളിലേക്ക് അവൻ നമ്മളെ നയിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ കർത്താവ് പറഞ്ഞത്, ഐ ആം ദ വേ, ലൈഫ് ആൻഡ് ട്രൂത്ത്. ഞാൻ തന്നെയാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ഒരുവനും സ്വർഗരാജ്യത്തിലേക്ക് കടക്കുകയില്ല എന്ന്. അപ്പോൾ ഒരു വലിയ സന്തോഷത്തിൻ്റെതായ ഒരു അനുഭവമാകും. ഈ അധ്യായത്തിൻ്റെ നമ്മുടെ ഇന്നത്തെ ഈ ചിന്തയുടെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ യോഹന്നാൻ മാർദോനോയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ ആ കൈ ചൂണ്ടലുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് 2 ശിഷ്യന്മാർ നടന്നു വരികയാണ്, അന്ത്രോസും യോഹന്നാനും. അവരെ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ വേണ്ടി, അവൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട ഒരു ചെറിയ തുടക്കം പിന്നീട് പത്രോസിലേക്കും ഫിലിപ്പോസിലേക്കും നഥാനിയേലിലേക്കും 12 സ്ലീഹന്മാരിലേക്കും 70-ലേറെ ശിഷ്യന്മാരിലേക്കും ആദ്യകാല സഭയുടെ പ്രവർത്തകരിലേക്കും രക്തസാക്ഷികളിലേക്കും, അങ്ങനെ ഇന്ന് നാം ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ മൺമറഞ്ഞു പോയതും ജീവിച്ചിരിക്കുന്നതുമായ കൊടാനുകോടി 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 ശിഷ്യന്മാരുടെയും ആരാധകരുടെയും ഒക്കെ ഒരു വലിയ ശൃംഖലയിലേക്കാണ് ഈ ശിഷ്യത്വം എത്തിയിരിക്കുന്നത്. അന്ത്രയോസും യോഹന്നാനും തുടങ്ങിയതായ യുഹാനോൻ മാർദോനോയുടെ ആ ഒരു വലിയ പ്രസംഗം കേട്ട് അവർ തുടങ്ങിയതായ ആ ഒരു ചെറിയ തുടക്കം കൊടാനുകോടി മനുഷ്യാത്മാക്കളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ചങ്ങാത്തത്തിലേക്ക്, ഒരു ശിഷ്യത്വത്തിലേക്ക് ചെന്നിരിക്കുകയാണ് എന്ന് പറയുന്ന പോലെ നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തുടക്കമിടുന്നതായ ഈ ചെറിയ മുന്നേറ്റങ്ങൾ അതിന് വലുതാക്കാൻ പ്രാപ്തിയുള്ളതായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ചെറിയ ചെറിയ കൈത്തോടുകളും ഉറവകളും കൈത്തോടുകളും എല്ലാം ഒഴുകി നദികളായും ആറുകളായും കായലുകളുമായി മഹാസാഗരത്തിലേക്ക് ചെന്ന് പതിക്കുന്നത് പോലെ സ്മോൾ റിവേഴ്സ് ആൻഡ് വാട്ടർ ഫ്ലോസ് ബിക്കം മൈറ്റി ഫാദേഴ്സ് ഓഫ് വാട്ടർ. വലിയ ജലാശയങ്ങളായി സാഗരങ്ങളായി തീരുന്നത് പോലെ നമ്മുടെ ഈ ചെറിയ ചങ്ങാത്തങ്ങളും ചെറിയ ചൂണ്ടിക്കാട്ടലുകളും കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് അനേകരെ വിളിച്ചുകൊണ്ട് കം ആൻഡ് സീ അനേകരെ വിളിച്ചു വരുത്തുകയും അങ്ങനെ അനേകർക്ക് ഈ വലിയ ജീവന്റെ നായകനോടൊപ്പമുള്ള ഒരു യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾ
ചെറിയ ചെറിയ പടികൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുവെങ്കിൽ അത് എത്രയോ ശ്രേഷ്ഠമായി തീരുന്നുവെന്നും നാം ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കേണ്ടതാകുന്നു. അതുകൊണ്ട് തന്നെ കം ഫോളോ മീ കം ആൻഡ് സീ മീ എന്ന നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം നമ്മോടൊപ്പം ഉണ്ടാകുന്നു. ആ ശബ്ദത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നിത്യ സാഹിത്യത്തിലേക്ക് ദൈവം തമ്പുരാൻ നമ്മളെ നയിക്കുവാൻ ഉള്ള കരുണകൾ എല്ലാവർക്കും ഉണ്ടാകണം.